കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അൻസിബ നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് നടപടി. സൈബർ പീഡനവും വർഗീയ അധിക്ഷേപവും ആരോപിച്ചാണ് ടിനി ടോമിനെതിരെ അൻസിബ പരാതി നൽകുന്നത്. പക്ഷേ പിന്നീട് ഈ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്നൊരു വാദവും വന്നിരുന്നു. ഇപ്പോൾ കോടതിയുടെ തന്നെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. തീർച്ചയായും തനിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചാണ് ടിനി ടോമിനെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയിൽ പോലീസ് ആദ്യം പ്രാഥമിക പരിശോധന നടത്തി. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. ഇതോടൊപ്പം തന്നെ അൻസിബയുടെയും ടിനി ടോമിന്റെയും മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് കേസെടുക്കാനാവില്ലെന്നൊരു റിപ്പോർട്ട് കടവന്ത്ര SHO ACPക്ക് നൽകിയത്. ഇതിന് സമാന്തരമായി തന്നെ അൻസിബ കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം നൽകിയിരുന്നു. കാരണം നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ സ്വകാര്യ അന്യായം നൽകിയിരുന്നത്. അതായത് താൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ സ്വകാര്യ അന്യായം. അതിലാണിപ്പോൾ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ച് തളർന്ന് വിളിക്കുന്നത്. ടിനി ടോമിനെതിരെ കേസെടുക്കണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ടിനി ടോമിനെതിരായ വ്യക്തി അധിക്ഷേപ പരാതി വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കെടാൻ. വ്യക്തി അധിക്ഷേപിച്ചതായി പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് തെളിയിക്കുന്ന രേഖകളോ കൃത്യമായ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല. പിന്നെ ചുരുട്ടി കിടക്കാണ്. അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്തായാലും കോടതിയുടെ നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പോലീസിന് ടിനി ടോമിനെതിരെ കേസെടുക്കേണ്ടി വരും. ഞാൻ വരട്ടെ, ഇങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.